പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതോടെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററും നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ മെഷർമെൻറ്റ് ഓഫ് സ്മോൾ പ്രഷർ ഡിഫറൻസസ് എ മിക്സ്ചർ ഹാവിംഗ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1.1 ഈസ് യൂസ്ഡ്. ദ മാഗ്നിഫിക്കേഷൻ സോ ഒബ്റ്റെയിൻഡ് ഇൻ ദ ഡിഫറൻഷ്യൽ ഹെഡ് ഷോൾ ബി. അപ്പോൾ ഇവിടെ മാഗ്നിഫിക്കേഷൻ എത്ര കിട്ടും, അതായത് നമ്മൾ സാധാരണ ഒരു ഹെവിയർ ലിക്വിഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനോമീറ്റർ ഫ്ലൂയിഡായിട്ട് എടുക്കുന്നത്. എന്നിട്ടൊരു ലൈറ്റർ ലിക്വിഡ് എവിടെയാണ്, നമ്മൾ ഇൻവെർട്ടഡ് മാനോമീറ്ററിലൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ പറയുന്നത്, പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, 1.1 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പം മാഗ്നിഫിക്കേഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇൻ ദ ഡിഫറൻഷ്യൽ ഹെഡ്. അപ്പോൾ നമുക്കിവിടെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉള്ളത്, മാഗ്നിഫിക്കേഷൻ അല്ല, ഡിഫറൻഷ്യൽ ഹെഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഹെഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ H' ഈസ് ഈക്വൽ ടു H ഇൻറ്റു റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് യൂസ്ഡ് -1 എന്നാണ് ഇക്വേഷൻ വരുന്നത്. അതിൽ H എന്ന് പറയുന്നത് നമ്മൾ ഏത് ലിക്വിഡ് കൊണ്ടാണോ യൂസ് ചെയ്തേക്കുന്നത് ആ ലിക്വിഡ് എത്ര ഹൈറ്റാണ് ആ മാനോമെട്രിക് കോളത്തിൽ കാണിക്കുന്നത്, ലെവൽ ഡിഫറൻസ്. ഓക്കെ, അതാണ് എച്ച് എന്ന് പറയുന്നത്. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് യൂസ്ഡ് നമുക്കിവിടെ തന്നിട്ടുള്ളത് 1.1 ആണ്, -1. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം, ദ മാഗ്നിഫിക്കേഷൻ സോ ഒബ്റ്റെയിൻഡ് ഇൻ ദ ഡിഫറൻഷ്യൽ ഹെഡ് ഷോൾ ബി. അപ്പോൾ ഡിഫറൻഷ്യൽ ഹെഡ് ആയിരിക്കുമ്പോൾ എത്രമാത്രം എന്ത് ചെയ്യുന്നു, മാഗ്നിഫിക്കേഷൻ കിട്ടുന്നു. ഡിഫറൻഷ്യൽ ഹെഡ് മീൻസ്, അതായത് നമുക്കിപ്പോൾ മാനോമെട്രിക് ഫ്ലൂയിഡ് കിട്ടും യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മാനോമീറ്ററിൽ ഒരു ലെവൽ ഡിഫറൻസ് കാണിക്കും ആണല്ലോ, അതിനെയാണ് നമ്മൾ H എന്ന് പറയുന്നത്. H' എന്ന് പറയുന്നത് നമ്മൾ ഈ മാനോമെട്രിക് ഫ്ലൂയിഡിന് പകരം നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത് ഏത് ലിക്വിഡിലാണോ ആ ലിക്വിഡിനെ തന്നെ ഞാൻ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന ഡിഫറൻഷ്യൽ ഹെഡ് ഇറ്റ് ഈസ് ആക്ച്വലി നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ പഠിക്കത്തില്ലേ, എന്താണ് P1 by rho g, sorry, P1 square അല്ല, P1 by rho g plus V1 square by 2g plus Z1 is equal to a constant. ഓക്കെ, അല്ലെങ്കിൽ ഈക്വൽ ടു P2 by rho g അങ്ങനെ. അപ്പോൾ അതിൽ P1 മൈനസ് P2 by rho g എന്ന് പറയുന്നത് എന്താണ്, H ആണ്, അതായത് അവിടുത്തെ പ്രഷർ ഹെഡ്. ആ പ്രഷർ ഹെഡാണ് നമ്മളിവിടെ ഡിഫറൻഷ്യൽ ഹെഡ് എന്നുള്ള രീതിയിൽ H' എന്ന് പറയുന്നത്. അതായത് മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് നമ്മുടെ ഏത് ലിക്വിഡാണോ നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത് ആ ലിക്വിഡിനെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അന്നേരം കിട്ടുന്ന ഡിഫറൻഷ്യൽ ഹെഡാണ് H' എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ്, P1 മൈനസ് P2 by rho g, ഇതാണ് അവിടുത്തെ ഡിഫറൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ H എന്ന് പറഞ്ഞാൽ മെഷേർഡ് ഡിഫറൻഷ്യൽ ഹെഡ്, എത്രയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് ലെവൽ ഡിഫറൻസ് കാണിക്കുന്നത് അത്. അപ്പോൾ നമുക്ക് എഴുതാം H' is equal to H ഇൻറ്റു 1.1 മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ അതിൽ നിന്നും ഈ H എന്ന് പറയുന്നത് ഇവിടെ ദ മാഗ്നിഫിക്കേഷൻ സോ ഒബ്റ്റെയിൻഡ് ഇൻ ദ ഡിഫറൻഷ്യൽ ഹെഡ് ഷോൾ ബി. അപ്പോൾ എത്രമാത്രം മാഗ്നിഫിക്കേഷൻ കിട്ടിയെന്നാണ്. അതായത് നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡ് യൂസ് ചെയ്ത സമയത്ത് 10 times ദാറ്റ് ഓഫ് H'. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ലിക്വിഡാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ലിക്വിഡിലുള്ള ലെവൽ ഡിഫറൻസ്. ഓക്കെ, അതിൻ്റെ 10 times കിട്ടി. അപ്പോൾ H ഈസ് ഈക്വൽ ടു എത്ര ടൈംസ് H' എന്നാണ് ചോദിച്ചിരിക്കുന്നത്, സോ 10 times. ഓക്കെ, മാഗ്നിഫിക്കേഷൻ സോ ഒബ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 times ആണ്. The difference in pressure head measured by a mercury water differential manometer for a 20 cm difference of mercury head will be. ഓക്കെ, നമ്മുടെ അടുത്ത് ഇവിടെ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് മെഷേർഡ് ബൈ എ മെർക്കുറി വാട്ടർ ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് മെർക്കുറി ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, നമ്മുടെ ഇക്വേഷൻ തന്നെ H' is equal to H into S minus 1, ഡിഫറൻഷ്യൽ ഹെഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ H എന്ന് പറയുന്നത് 20 cm ആണ് തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി മെർക്കുറിയുടെ എത്രയാണ്, 13.6. അപ്പോൾ 2.52 മീറ്റർ എന്ന് കിട്ടും H'. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് പ്രഷർ ബിറ്റ്വീൻ പോയിന്റ്സ് X ആൻഡ് Y ലൊക്കേറ്റഡ് റെസ്പെക്റ്റീവ്ലി അറ്റ് ഡെപ്ത്സ് 0.5 meter and 2 meter ബിലോ എ കോൺസ്റ്റന്റ് ലെവൽ ഓഫ് വാട്ടർ ഇൻ എ കണ്ടെയ്നർ. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻസ് ഓഫ് പ്രഷർ ബിറ്റ്വീൻ പോയിന്റ്സ് X ആൻഡ് Y. ഓക്കെ, ഒരു കണ്ടെയ്നർ ഉണ്ട്, അതിൽ X എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് ആൻഡ് ദിസ് ഈസ് Y. ഓക്കെ, ഈ രണ്ട് പോയിന്റ്സിന് ഇടയിലുള്ള ഡിഫറൻസ് റേഷ്യോ ഓഫ് പ്രഷറാണ് കണ്ടുപിടിക്കുന്നത്. അതായത് PX ഡിവൈഡഡ് ബൈ PY ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അറ്റ് ഡെപ്ത് തന്നിട്ടുണ്ട് 0.5 മീറ്ററും 2 മീറ്ററും ആണെന്ന്. അപ്പം നമുക്ക് ഡെപ്ത് തന്നിരുന്ന നമ്മുടെ ഇക്വേഷൻ എന്താണ്, പ്രഷർ കണ്ടുപിടിക്കാനുള്ളത്, P ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്. സോ P എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു H. അപ്പം PH ബൈ
പി ഒ എന്ന് പറയുന്നത് ഈക്വൽ ടു എച്ച് എച്ച് ബൈ എച്ച് ഒ എന്ന് എഴുതാമല്ലോ. സോ എച്ച് എച്ച് എത്രയാണ് നമ്മുടെ 0.5 ആണ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 0.5/2 എന്ന് പറയുന്നത് 1:4 ആണ് ആൻസർ വരുന്നത്. ദെൻ what shall be the pressure head of a liquid specific gravity 0.8 for a pressure head of 100 meter of water? അതായത് വാട്ടർ വെച്ച് ഞാൻ പ്രഷർ ഹെഡ് നോക്കിയപ്പോൾ 100 മീറ്റർ ആയിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ഉള്ള ഒരു ലിക്വിഡ് വെച്ച് ഞാൻ പ്രഷർ മെഷർ ചെയ്യുന്ന സമയത്ത് എത്രയാണ് അവിടുത്തെ എച്ച് വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് തന്നെയാണ്. പി എന്ന് പറയുന്നതാണ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ പി എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ യൂസ് ചെയ്താലും ആ ഒരു ലിക്വിഡ് യൂസ് ചെയ്താലും എന്താണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. സോ വാട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാം റോ ഡബ്ല്യു ഇൻറ്റു ജി എച്ച് ഡബ്ല്യു എന്ന് എഴുതി കൂടെ. അതായത് നമ്മുടെ വാട്ടറിൻ്റെ ഡെൻസിറ്റി ജി ഇൻറ്റു വാട്ടർ യൂസ് ചെയ്തപ്പോൾ ഉള്ള ഹെഡ്, അതിനെ നമുക്ക് റോ ഓഫ് ലിക്വിഡ് ഇൻറ്റു ജി ഇൻറ്റു എച്ച് എൽ എന്ന് എഴുതാം. റോ ഓഫ് ലിക്വിഡ് കിട്ടാൻ ഞാൻ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. സോ അത് ഇൻറ്റു 1000 ചെയ്യുക. സോ 0.8 ഇൻറ്റു റോ ഡബ്ല്യു, 1000 എന്താണ് നമ്മുടെ റോ ഡബ്ല്യൂയുടെ വാല്യൂ. ജി ക്യാൻസലായി, ഈ റോ ഡബ്ല്യൂയും ക്യാൻസലാവും. സോ എച്ച് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0.8 എച്ച് എൽ എന്ന് വരും. അതിൽ നിന്ന് എച്ച് ഡബ്ല്യു നമുക്ക് അറിയാം എത്രയാണ്, 100 മീറ്റർ എന്ന് അറിയാം. സോ എച്ച് എൽ എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 0.8, ദാറ്റ് ഈസ് 125 മീറ്റർ എന്ന് വരും. A racing car has a fuel tank which is partially filled. The car gets into motion in the horizontal direction at a uniform acceleration equal to g. The free surface of the liquid fuel in the tank will assume a slope of. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്യൂൽ ടാങ്ക് നിറച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കാറ്, ഓക്കെ, കാർ ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫിഗർ ആണ്, ഇതാണ് നമ്മുടെ ഫ്യൂൽ ടാങ്ക് എന്ന് വയ്ക്കുക. ഇതിനകത്ത് ലിക്വിഡ് എല്ലാം എന്താണ് നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കാർ മൂവ് ചെയ്യുന്ന ഈ ഒരു ഡയറക്ഷനാണ്. സോ നമ്മൾ കാർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ലിക്വിഡിൻ്റെ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അതായത് ഇതാണ് കാർ മൂവ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ലെവൽ സർഫസ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് അത് ലിക്വിഡ് റൈസ് ആവും, അതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് എന്ത് ചെയ്യും, ലിക്വിഡ് ഫോൾ ആവും. ഇതാണ് നടക്കുന്നത്. ഇനി നമ്മുടെ ചോദ്യം ചെയ്യുന്നത് എന്താണ്, ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഫ്യൂൾ ഇൻ ദ ടാങ്ക് വിൽ അസ്യൂം എ സ്ലോപ്പ്. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ എത്രയാണ് സ്ലോപ്പ് വരുന്നത്, തീറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇങ്ങോട്ടേക്ക് എച്ച് ഡയറക്ഷനിൽ എന്തുണ്ട്, എ എച്ച് എന്ന് പറയുന്ന കാറിൻ്റെ ആക്സിലറേഷൻ ഉണ്ട്. താഴേക്ക് അതിൻ്റെ സെൽഫ് വെയിറ്റ് കാരണം ഒരു വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എം ഇൻറ്റു ജി എന്ന് എഴുതാം. സോ ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ആക്സിലറേഷനും ജിയും വെച്ചിട്ട് നമ്മളിത് വരച്ച് ടാൻ തീറ്റ എടുത്ത് എന്ത് വരും, ഡി എച്ച് ഡിവൈഡഡ് ബൈ ഡി ഒ എന്നല്ലേ നമ്മൾ പറയുന്നത്. സോ എ എച്ച് ബൈ ജി എന്ന് എഴുതാം. ഓക്കെ, അതായത് ഇതെങ്ങനെ കിട്ടി, ഇതാ ഇത് ടാൻ തീറ്റ, അതായത് ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് ആണ്. സോ ഓപ്പോസിറ്റ് ഈ ഒരു ഡിസ്റ്റൻസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വരുന്നത് എ എച്ച് എന്നുള്ളതാണ്, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് വരുന്നത് ജി ആണ്. സോ എ എച്ച് ബൈ ജി ഈസ് ഈക്വൽ ടു എന്താണ്, എ എച്ച് കാറിൻ്റെ ആക്സിലറേഷൻ എത്ര തന്നെയാണ് പറയുന്നത്, ജി എന്ന് തന്നെയാണ് പറയുന്നത്. സോ ജി ഡിവൈഡഡ് ബൈ ജി എന്ന് വരും, 1 വരും. സോ ടാൻ തീറ്റ 1 ആണെങ്കിൽ തീറ്റ എത്രയായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഓക്കെ. An open tank contains 1 meter deep water with a 50 centimeter of oil of specific gravity 0.8 above it. The maximum pressure acting on the side wall of the tank. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ഓക്കെ, ആ ടാങ്ക് ആണ് 1 മീറ്റർ ഡീപ്പ് വാട്ടറാണ്. അപ്പോൾ ഈ ഒരു ഡെപ്ത് വരെ എന്താണ്, 1 മീറ്റർ ആണ്, അവിടെ വരുന്നത് വാട്ടറാണ്. ഇനി അതിന് മുകളിലായിട്ട് ഒരു 50 സെൻറ്റിമീറ്ററിൽ എത്രയാണ്, 50 സെൻറ്റിമീറ്ററിൽ ഓയിലുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പറയുന്നുണ്ട് 0.8 ആണ്. അങ്ങനെയാണ് മാക്സിമം പ്രഷർ ആക്ടിങ് ഓൺ ദ സൈഡ് വാൾ ഓഫ് ദ ടാങ്ക്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ എത്രയാണ് പ്രഷർ ആക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ പ്രഷർ ഡയഗ്രാം, നമ്മളൊരു ഫ്ലൂയിഡ് ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ വാൾസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഏതാണ്, ലാറ്ററൽ പ്രഷറാണ്. സോ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്നുള്ള ഇക്വേഷൻ തന്നെ എടുക്കുക. അത് വെച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്ന എവിടെയായിരിക്കും, ബോട്ടത്തിലായിരിക്കും. സോ അതിൻ്റെ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും. എത്രയാണ് ബോട്ടത്തിൽ വരുന്നത്, ഇതിൻ്റെ ടോട്ടൽ ഡെപ്ത് എത്ര വരും, ഇത് 50 സെൻറ്റിമീറ്റർ ആണ് ഓയിലിൻ്റെ ഡെപ്ത് പറഞ്ഞത് അല്ലേ. അപ്പോൾ 50 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 0.5 മീറ്റർ ആണ്. സോ ഇത്രയും എന്ന് പറഞ്ഞാൽ 1, ഇത് 0.5. സോ 1.5 മീറ്റർ ആണ് ടോട്ടൽ ഡെപ്ത്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്നുള്ള ഇക്വേഷനിൽ റോ എന്ന് പറയുന്നത് എത്ര വരും, ഫസ്റ്റ് ഓയിൽ എടുക്കുകയാണ്. ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പറയുന്നത് 0.8 എന്നാണ്. സോ 0.8 ഇൻറ്റു 1000 ഇൻറ്റു ജി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് എത്രയാണ്, 0.5 പ്ലസ് ഇനി ഈ വാട്ടർ കാരണം താഴെ ഉണ്ടാകുന്ന പ്രഷർ എത്രയാണ്,
വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 1000 ഇൻറ്റു ജി ഇൻറ്റു 1 മീറ്ററാണ് പറയുന്നത്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് ഏറ്റവും താഴത്തെ പി മാക്സിൻ്റെ വാല്യൂ ഇതാണ് പി മാക്സ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്നത് 1.4 ഇൻറ്റു 10 എന്ന് കിട്ടും. ഓക്കെ, യൂണിറ്റ് കൺവെർഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ഇനി താഴെ അത് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചു മാക്സിമം പ്രഷർ ആക്ടിങ് ഓൺ ദ സൈഡ് വാൾ ഓഫ് ദ ടാങ്ക്. അപ്പോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നത് എവിടെയായിരിക്കും? ഈ ബോട്ടത്തിൽ തന്നെയല്ലേ. സോ ഇറ്റ് ഈസ് 14 kN/m² എന്ന് കിട്ടും. അപ്പോൾ ഒന്നും കൂടെ പറയുവാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രഷർ ഡയഗ്രം നമ്മൾ പഠിച്ചല്ലോ. പ്രഷർ ഡയഗ്രത്തിൻ്റെ ഇത് വരുന്നത് ഇങ്ങനെ ഒരു ട്രയാങ്കിളാണ്. അപ്പോൾ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് മാക്സിമം പ്രഷർ ആക്ടിങ് ഓൺ ദ സൈഡ് വോൾ. അപ്പോൾ ഈ സൈഡ് വോളിൽ മാക്സിമം പ്രഷർ എപ്പോഴായിരിക്കും വരുന്നത്? ഏറ്റവും ബോട്ടത്തിലാണ് മാക്സിമം പ്രഷർ വരുന്നത്. സോ ആദ്യത്തെ ഓയിൽ കാരണം അവിടെ എത്ര പ്രഷർ വരുന്നു പ്ലസ് വാട്ടർ കാരണം എത്ര പ്രഷർ വരുന്നു അത്രയും കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക. ഫൈനൽ ആൻസർ 14 kN/m² എന്ന് കിട്ടും, അല്ലെങ്കിൽ 14 kPa എന്ന് കിട്ടും. ഓക്കെ, ഇനി വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് ഹൈറ്റ് ഓഫ് എ മൗണ്ടൻ ഇഫ് ബാരോമീറ്റർ പ്രഷർ അറ്റ് സീ ലെവൽ ആൻഡ് അറ്റ് ദ മൗണ്ടൻ ഈസ് റെസ്പെക്റ്റീവ്ലി 760 mm ആൻഡ് 724 mm ഓഫ് മെർക്കുറി കൺസിഡറിങ് എയർ ഡെൻസിറ്റി ആസ് 1.2 kg/m³. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു മൗണ്ടൻ ഉണ്ട്, അതിൻ്റെ താഴെയാണ് സീ ലെവൽ. ഓക്കെ, നമ്മൾ പ്രഷർ അറ്റ് സീ ലെവൽ 760 mm ആണ്. പക്ഷേ എന്താണ് മുകളിൽ എത്രയാണ് പ്രഷർ എന്ന് പറയുന്നത്? 724 mm ആണ് ഓഫ് മെർക്കുറി ആണ് പ്രഷർ എന്ന് പറയുന്നത്. അങ്ങനെ അവിടുത്തെ എയർ ഡെൻസിറ്റി 1.2 kg/m³ ആണെങ്കിൽ ആ മൗണ്ടൻ്റെ ഹൈറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നു വെച്ചാൽ ശരിക്കും അവിടെ എന്താണ് നമ്മുടെ സീ ലെവലിൽ 760 mm മൗണ്ടനിൽ 724 അല്ലേ. സോ അവിടെ എന്തുണ്ട്? ഡിഫറൻസ് ഇൻ പ്രഷറുണ്ട് അല്ലേ. ഈ ഡിഫറൻസ് ഇൻ പ്രഷറിന് കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എലിവേഷനുള്ള ഡിഫറൻസ് ആണ്. അതായത് മൗണ്ടൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇതാണ് മൗണ്ടൻ. നമ്മളിവിടെ താഴെ സീ ലെവലാണ് നമ്മൾ ഡേറ്റമായിട്ട് എപ്പോഴും എടുക്കാറ്. ഓക്കെ, ആ സീയിലാണ് എത്ര പറയുന്നത്? 760, മൗണ്ടൻ്റെ ടോപ്പിൽ 724 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രഷറിൽ ഡിഫറൻസ് ഉണ്ടാകുന്നത്. ഇനി എവിടെയാണ് കൂടുതൽ പ്രഷർ വന്നേക്കുന്നത്? ഇവിടെ താഴെ സീ ലെവലിലാണ് പ്രഷർ കൂടുതൽ വന്നേക്കുന്നത്. വിച്ച് മീൻസ് ഈ ഒരു മൗണ്ടൻ്റെ മുകളിൽ ഇത്രയും പ്രഷറുണ്ട്, പ്ലസ് ഇതിൻ്റെ മുകളിൽ ഉള്ള എയർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളൊരു നേരത്തെ മാനോമെട്രിക്കിൻ്റെ എന്താണ് വീഡിയോ ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ ആ എയർ കാരണം ഒരു പ്രഷർ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ P=ρg(h) എന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഫോമുല. ബട്ട് അവിടെ എന്താണ് പറയുന്നത്? എ പ്രഷർ ഇക്വിവാലന്റ് ടു ദ എക്സ്ട്രാ ഹൈറ്റ് ഓഫ് എയർ കോളം ഈക്വൽ ടു എലിവേഷൻ ഓഫ് മൗണ്ടൻ ആക്ടിങ് അറ്റ് ദ സീ ലെവൽ ആസ് കമ്പയർഡ് ടു ദ മൗണ്ടൻ. അതായത് ഈ മൗണ്ടൻ ഉണ്ട്, മൗണ്ടൻ്റെ താഴെ 760 ആണ്, മുകളിൽ 724 ആണ്. ഇവിടെ പ്രഷർ ഡിഫറൻസിന് കാരണം അവിടെ എന്തുണ്ട്? എയറിൻ്റെ പ്രസൻസ് ആണ്, അല്ലെങ്കിൽ എലിവേഷനിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ എന്തോ നടക്കുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അങ്ങ് അസ്യൂം ചെയ്യുക ഈ ഒരു ഭാഗത്തേക്ക് ഈ എക്സ്ട്രാ ഹൈറ്റ്, അത്രയും ഹൈറ്റിലുള്ള ഒരു എയർ കോളമുണ്ട്. ആ എയർ കോളത്തിൻ്റെ ഹൈറ്റിൽ എത്രയാണോ പ്രഷർ കാണിക്കുന്നത്, അതായത് ആ ഒരു ഹൈറ്റ് H ആണെങ്കിൽ ആ എയർ കോളം അവിടെ വരുന്ന പ്രഷർ എന്തായിരിക്കും? ρgH തന്നെയല്ലേ. സോ ഈ H എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹൈറ്റ് ഓഫ് മൗണ്ടൻ ആണ്. സോ നമ്മുടെ ഈ എയർ കോളം നമ്മളിവിടെ ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കാരണം എത്ര പ്രഷർ ഇവിടെ വരുന്നുണ്ടോ അത്രയും പ്രഷർ ഹെഡ് എന്ന് പറയുന്നതായിരിക്കും ഈ മൗണ്ടൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് PS എന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ അറ്റ് സീ ലെവലാണ്, PH പ്രഷർ അറ്റ് മൗണ്ടൻ ടോപ്പാണ്. പിന്നെ നമ്മുടെ ρgH എന്നാണ് ഈ ഒരു ഹൈറ്റ്, ഈ എയർ കോളത്തിൻ്റെ ഹൈറ്റ് H ആണെങ്കിൽ അവിടെ വരുന്ന പ്രഷർ എത്രയാണ്? ρgH ആണ്. ഇവിടെ ഡെൻസിറ്റി ഓഫ് എയർ ആണ് എടുക്കുന്നത്. സോ ρA എന്ന് കൊടുത്തിട്ടുണ്ട്, G/H. H എന്ന് എന്താണ്? ശരിക്കും ഹൈറ്റ് ഓഫ് മൗണ്ടൻ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ അതിൽ നിന്നും നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എന്തുണ്ട്? 760 - 724 ചെയ്യുക. അതേ ഇൻറ്റു P=ρgH എന്നല്ലേ. അപ്പോൾ PS - PH എന്ന് പറഞ്ഞാൽ 760 - 724. അതെന്തായി? അവിടുത്തെ H ആയതേ ഉള്ളൂ. ഓക്കെ, സോ ആ H×ρ×G വേണ്ടേ. സോ ഈ H എന്ന് പറയുന്നത് mm ഓഫ് Hgയിലാണ് പറയുന്നത്. സോ എന്ത് ചെയ്യണം? 13,600 ആണ് അവിടെ വരുന്ന റോ വാല്യൂ എന്ന് പറയുന്നത്. മെർക്കുറി ആയതുകൊണ്ട് 13,600 G. അതേ ഈക്വൽ ടു നമ്മുടെ എയർ കാരണമുള്ള പ്രഷറാണ്. അതിൽ നിന്നും ഈ H നമുക്ക് കണ്ടുപിടിക്കാം. 408 മീറ്റർ എന്ന് വരും. സോ ഹൈറ്റ് ഓഫ് മൗണ്ടൻ എന്ന് പറയുന്നത് ഇതിൽ 408 എന്നില്ല, അപ്രോക്സിമേറ്റ്ലി 410 മീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വേറെ ഒന്നുമില്ല. ഇവിടെയാണ് C,
ഇവിടെ എന്താണ് മൗണ്ടൻ ഉണ്ട്. ഈ മൗണ്ടൻ്റെ മുകളിൽ 724 ആണ് എന്താണ് പ്രഷർ, താഴെ 760 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റിലുള്ള ഡിഫറൻസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, താഴെ പ്രഷർ കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യണം പ്രഷർ ഇക്വിവാലൻറ്റ് ടു ദ ഹൈറ്റ് ഓഫ് എയർ കോളം ഈക്വൽ ടു എലിവേഷൻ ഓഫ് മൗണ്ടൻ. അതായത് ഞാനിവിടെ ഒരു എയർ കോളം എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഫുള്ള് എയർ ആണ്. ആ എയർ കാരണം ഒരു പ്രഷർ ഉണ്ടാവും ആണല്ലോ. അതെന്ന് പറയുന്നത് എത്രയാണ്, നമ്മുടെ ഈ ഒരു മൗണ്ടൻ്റെ അത്രയും ഹൈറ്റിൽ തന്നെയല്ലേ വരുന്നത് നമ്മൾ എടുക്കേണ്ടത്. സോ അതെന്ന് പറയുന്നത് പ്രഷർ ഇക്വിവാലൻറ്റ് ടു ദ എക്സ്ട്രാ ഹൈറ്റ് ഓഫ് എയർ കോളം ഈക്വൽ ടു ദ എലിവേഷൻ ഓഫ് മൗണ്ടൻ ആക്ടിങ് അറ്റ് ദ സീ ലെവൽ ആസ് കമ്പയർഡ് ടു ദ മൗണ്ടൻ. അതായത് മൗണ്ടനെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഒരു എയറിൻ്റെ പ്രഷർ ഈ സീ ലെവലിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ പ്രഷർ വന്നത്. സോ നമ്മുടെ ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് തന്നെ. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സീ ലെവലിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഈ മൗണ്ടൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന പ്രഷർ പ്ലസ് ഈ ഒരു ഹൈറ്റിൽ എയർ കാരണം ഉണ്ടാവുന്ന പ്രഷർ, ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. ദെൻ an open tank contains 60 cm of water covered with 30 cm of oil of specific gravity 0.8. നിങ്ങളൊരു കാര്യം അറിയണം, എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഇവിടെ കുറവാണ് അല്ലേ. നമ്മുടെ വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്, 1 ആണ്. സോ വാട്ടർ, ഈ ഓയിൽ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കും, അത്രയും അറിയാം. ദ പ്രഷർ ഇൻറ്റൻസിറ്റി റെക്കോർഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ടാങ്ക് എന്നാണ് ചൂസ് ചെയ്യുന്നത്. സോ ഒരു ഓപ്പൺ ടാങ്ക് ഉണ്ട്, അതിൽ 60 സെൻറ്റിമീറ്റർ വാട്ടറാണ്. ഓക്കെ, 60 സെൻറ്റിമീറ്റർ വാട്ടറാണ്, കവേർഡ് വിത്ത് 30 സെൻറ്റിമീറ്റർ ഓഫ് ഓയിൽ. അപ്പോൾ ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറവാണ്. സോ മുകളിൽ 30 സെൻറ്റിമീറ്റർ ഓയിലുണ്ട്. ഓക്കെ, നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രഷർ ഇൻറ്റൻസിറ്റി റെക്കോർഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ടാങ്ക്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്, പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് തന്നെയാണ്. സോ നമ്മുടെ ഈ ബോട്ടത്തിൽ വരുമ്പോഴത്തേക്കും പി ഈസ് ഈക്വൽ ടു ഈ ഓയിൽ കാരണം ഉണ്ടാകുന്ന പ്രഷർ എത്രയാണ്, 0.3 ഇൻറ്റു ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ഓയിലിൻ്റെ ഡെൻസിറ്റി കിട്ടി ഇൻറ്റു ജി 10 എന്ന് എടുക്കാം. പ്ലസ് പിന്നെ എന്താണ് 0.6, വാട്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.6 ആണ്. സോ 0.6 ഇൻറ്റു നമ്മുടെ വാട്ടറിൻ്റെ യൂണിറ്റ് ഡെൻസിറ്റി തന്നെ 1000 ഇൻറ്റു 10 ജി. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ താഴത്തുള്ള പ്രഷർ കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം കേട്ടോ. നമുക്ക് ആ ചാപ്റ്റർ അങ്ങ് തീർക്കാമല്ലോ. അതാ ഇവിടെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ ആർ കറക്റ്റ്. ഓക്കെ, ഇതിൽ പറയുന്ന റിലേഷൻസിൽ ഏതാണ് കറക്റ്റ്? ഇതിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ, ഗേജ് പ്രഷർ തമ്മിലുള്ള എന്താണ് ബന്ധം ആണ് അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി എന്തോ കൊടുത്തേക്കുന്നത് 1 and 2 ഓൺലി. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പ്രഷർ ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഗേജ് പ്രഷറിലെ. കാരണം നമ്മളിങ്ങനെ ഒരു ഗ്രാഫ് പഠിച്ചല്ലേ, അതിൽ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, അബ്സല്യൂട്ട് പ്രഷർ ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇത്രയും അറ്റ്മോസ്ഫിയർ പ്രഷറാണ്, പ്ലസ് ഇത്രയും എന്ന് പറഞ്ഞാൽ ഗേജ് പ്രഷറാണ്. സോ ഫസ്റ്റ് ഇക്വേഷൻ കറക്റ്റാണ്. ദെൻ സെക്കൻഡ് ഇക്വേഷൻ എന്താ പറയുന്നത്, അബ്സല്യൂട്ട് പ്രഷർ ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ മൈനസ് വാക്വം പ്രഷർ ആണല്ലോ. ഇതെന്ന് പറയുന്നത് വാക്വം പ്രഷറാണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് ഇത്രയാണ്. സോ നമ്മുടെ ടോട്ടൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നിന്നും ഈ ഒരു വാക്വം പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ അബ്സല്യൂട്ട് പ്രഷർ കിട്ടത്തില്ലേ. അപ്പോൾ ആ രണ്ട് റിലേഷനുമാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഹൈഡ്രോളിക് പ്രസ് ഹാസ് എ റാം ഓഫ് 300 mm diameter and a plunger of 45 mm diameter. ഓക്കെ, വെൻ ദ ഫോഴ്സ് അപ്ലൈഡ് അറ്റ് ദ പഞ്ചർ എന്ന് പറഞ്ഞാൽ 50 Newton ആകുമ്പോൾ വെയിറ്റ് ലിഫ്റ്റഡ് ബൈ ദ ഹൈഡ്രോളിക് പ്രസ് വിൽ ബി. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് വീണ്ടും പറയുന്നില്ല കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ദെൻ ഫൈൻഡ് ദ പ്രഷർ represented by a column of 10 cm of water if specific weight of water is taken as 10 kN per meter cube. നമ്മുടെ യൂണിറ്റ് ഇക്വേഷൻ എന്താണ്, പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. അതിന് നമ്മുടെ സ്പെസിഫിക് വെയിറ്റിലോട്ട് മാറ്റുവാണെങ്കിൽ റോ ഇൻറ്റു ജി ആണല്ലോ നമ്മുടെ സ്പെസിഫിക് വെയിറ്റ്. സോ ഡബ്ല്യു ഇൻറ്റു എച്ച് എന്ന് എഴുതാം. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചു ചെയ്യുന്ന പ്രഷർ റെപ്രസെൻറ്റഡ് ബൈ എ കോളം ഓഫ് 10 cm ഹൈറ്റ് എന്നാണ്. ഇവിടെ എല്ലാം മീറ്ററിലാണ് പറയുന്നത്. സോ ഡബ്ല്യു എത്രയാണ്, 10 kN per meter cube ഇൻറ്റു 10 cm നമ്മൾ എന്ത് ചെയ്യണം, ഇതാക്കുക, എന്താ മീറ്ററിലോട്ടാക്കുക. സോ 10 × 10⁻². സോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടുന്നത് 1 kN per meter² എന്ന് കിട്ടും. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി മൾട്ടി ട്യൂബ് മാനോമീറ്റേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് ഫ്ലൂയിഡ്സ് ആർ യൂസ്ഡ് ടു മെഷർ.
Okay, multi-U-tube manometers. Okay, multi-U-tube manometers with the different fluids are used to measure. Different fluid ഉള്ള multi-U-tube manometers എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ multi-U-tube manometers with the different fluids are used to measure high pressure എന്നാണ്. ഹൈ പ്രഷർ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഹൈ പ്രഷർ മെഷർ ചെയ്യാനാണ് multi-U-tube manometers with ഡിഫറെൻറ്റ് മാനോമെട്രിക് ഫ്ലൂയിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ ലിക്വിഡ് യൂസ്ഡ് ഇൻ ദ മാനോമീറ്റർ ഷുഡ് ഹാവ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മുടെ മാനോമീറ്ററിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡിന് എന്തായിരിക്കണം? ലൈറ്റർ ആയിരിക്കണോ ഹെവിയർ ആയിരിക്കണോ? നമ്മൾ പറഞ്ഞത് ഹെവിയർ ആയിരിക്കണം എന്നാണ്. ഹെവിയർ എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി പീസോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. ഓക്കെ, നമ്മൾ എന്ത് മെഷർ ചെയ്യാനാണ് പീസോമീറ്റർ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. പീസോമീറ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്രഷർ ഹെഡ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പീസോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രഷർ ലെസ് ദാൻ ദ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് നോൺ ആസ്. പ്രഷർ ലെസ് ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് എന്ത് വിളിക്കും? നമ്മൾ വാക്വം പ്രഷർ എന്നല്ലേ, സക്ഷൻ പ്രഷർ, നെഗറ്റീവ് പ്രഷർ. ഓക്കെ, ഇതെല്ലാം വരും അല്ലേ. പ്രഷർ ലെസ് ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണെങ്കിൽ വാക്വം പ്രഷർ എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് തന്നെയാണ് സക്ഷൻ പ്രഷർ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, then the measuring the static pressure in a pipe. ഓക്കെ, നമുക്ക് എന്താണ് ഒരു പൈപ്പിൽ സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കണം. എ പ്രഷർ ഗേജ് ഈസ് യൂഷ്വലി കണക്റ്റഡ് ടു. ഓക്കെ, നമ്മൾ ഇനി ബെർണോളിസ് ഇക്വേഷനൊക്കെ പഠിക്കുന്ന ചാപ്റ്ററിൽ വരുന്നതാണ്, എങ്കിൽ ഇവിടെ വന്നുകൊണ്ട് ഞാൻ പറയാം. അത് നമ്മളൊരു പൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കണം. സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പ്രഷർ ഗേജ് യൂസ് ചെയ്യാറുണ്ട്. അതിന് നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് പീസോമീറ്ററുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. എന്തുമായിട്ട് കണക്ട് ചെയ്യണം? പീസോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യണം. അതായത് ഫോർ മെഷറിംഗ് സ്റ്റാറ്റിക് പ്രഷർ ഇൻ എ പൈപ്പ് എ പ്രഷർ ഗേജ് ഇസ് കണക്റ്റഡ് ടു പീസോമീറ്റർ. ഈ വെഞ്ചുറോമീറ്ററും ഓറിഫൈസ് മീറ്ററും എന്തിനു തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഓറിഫൈസ് മീറ്ററും വെഞ്ചുറോമീറ്റർ എന്ന് പറഞ്ഞാൽ. ബാരോമീറ്റർ അറിയാലോ, നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യാനാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റിഗാർഡിംഗ് ടു സെലക്ഷൻ ഓഫ് മെർക്കുറി ടു ബി യൂസ്ഡ് ഇൻ ബാരോമീറ്റേഴ്സ് ഓവർ അതർ ലിക്വിഡ്സ്. അപ്പോൾ നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡ് യൂസ് ചെയ്യാനുള്ള പല കാരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കാം. മെർക്കുറി ഹാസ് എ വെരി ഹൈ വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ ഹൈ ആണോ മെർക്കുറിക്ക്? അതെ. അപ്പോൾ ഇത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ റിഗാർഡ് ടു സെലക്ഷൻ ഓഫ് മെർക്കുറി ടു ബി യൂസ്ഡ് ഇൻ ബാരോമീറ്റേഴ്സ് ഓവർ അതർ ലിക്വിഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. അതായത് മെർക്കുറി ഹാസ് എ വെരി ഹൈ വേപ്പർ പ്രഷർ. അതെന്ന് പറഞ്ഞാൽ ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് മെർക്കുറി നമ്മൾ പഠിച്ചെന്താണ്? അതിന് ഹൈ സ്പെസിഫിക് ഡെൻസിറ്റി ഉണ്ടെന്ന് പഠിച്ചു. ഓക്കെ, ഇറ്റ് ഹാസ് വെരി ലോ വേപ്പർ പ്രഷർ എന്നാണ് പഠിച്ചത്. പക്ഷേ ഇവിടെ പറഞ്ഞു എന്താണ്? ഹൈ വേപ്പർ പ്രഷർ എന്നാണ് പഠിച്ചത്. സോ അത് തെറ്റാണ് ആൻസർ. പിന്നെ മെർക്കുറി എന്ന് പറയുന്നത് ഗ്ലാസ് സർഫസിലൊന്നും സ്റ്റിക്ക് ചെയ്യാറില്ല. ഇതുകൊണ്ടാണ് നമ്മൾ മെർക്കുറിയെ യൂസ് ചെയ്യുന്നത്. പിന്നെ സം ഓഫ് പ്രഷർ ഹെഡ് ആൻഡ് ഡേറ്റം ഹെഡ്. ഓക്കെ, ഇത് നമ്മളും പഠിച്ചിട്ടില്ല. സം ഓഫ് പ്രഷർ ഹെഡ് പ്ലസ് ഡേറ്റം ഹെഡ്, അതിനെ നമ്മൾ വിളിക്കുന്നത് പീസോമെട്രിക് ഹെഡ് എന്നാണ്. ഓക്കെ, പീസോമെട്രിക് ഹെഡ് നമ്മൾ ഇതിന് പഠിക്കും. സം ഓഫ് പ്രഷർ ഹെഡ് പ്ലസ് ഡേറ്റം ഹെഡിനെയാണ് നമ്മൾ പീസോമെട്രിക് ഹെഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ പീസോമെട്രിക് ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ ഹെഡാണ്. ഓക്കെ, ഇനി ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ത് മെഷർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡിഫറൻസ് ഓഫ് പ്രഷർ ബിറ്റ്വീൻ 2 പോയിൻറ്റ്സിൻ്റെ പൈപ്പ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു പൈപ്പിലെ 2 പോയിൻറ്റ്സിനിടയിലുള്ള പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി പ്രഷർ ഓഫ് എ ലിക്വിഡ് മെഷേർഡ് വിത്ത് ഹെൽപ്പ് ഓഫ് പീസോമീറ്റർ ട്യൂബ് ഈസ്. പീസോമീറ്റർ വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷർ ഏതാണ്? ഇറ്റ് ഈസ് ഗേജ് പ്രഷർ. ഓക്കെ, പീസോമീറ്റർ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് ഏതാണ്? ഗേജ് പ്രഷറാണ് മെഷർ ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് പഠിച്ചതാണ്. സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാനോമീറ്റർ ആണ്. അതിൽ നമുക്ക് ഗേജ് പ്രഷർ മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ എന്നും നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇനി ബ്ലഡ് പ്രഷർ ഈസ് മെഷേർഡ് ബൈ മെർക്കുറി മാനോമീറ്റർ ആൻഡ് സ്റ്റെതസ്കോപ്പ് ബൈ റാപ്പിംഗ് എ ക്ലോസ്ഡ് എയർ ഫിൽഡ് ജാക്കറ്റ് അറൌണ്ട് ദ അപ്പർ ആം ഓഫ് എ പേഴ്സൺ അറ്റ് ദ ലെവൽ ഓഫ് ദ ഹാർട്ട്. The systolic pressure, the maximum pressure when the heart is pumping, and the diastolic pressure, the minimum pressure when the heart is resting, of a healthy person are indicated as 80 to 120 respectively. These values are expressed in. അപ്പം നിങ്ങൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കും. എന്താ ഒരു സംഭവം, ഒരു എയർ ഫില്ല് ചെയ്ത ഒരു ബാഗ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു സംഭവം ഇട്ട് ഇങ്ങനെ പമ്പ് ചെയ്യും അല്ലേ. അപ്പോൾ അതിൽ ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് നമുക്ക് റീഡിങ് കിട്ടിയത് 80 120 ഇത് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ശരിക്കും ആ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന അതിനകത്ത് എന്തോ ഉള്ളത്? ഒരു മെർക്കുറി മാനോമീറ്റർ ആണുള്ളത്. സോ നമുക്ക് ഈ കിട്ടിയ 80 120 എന്താണ്? ഇറ്റ് ഈസ് mm of Hg ആണ്. ഓക്കെ,
The figure shows the cross section of an oil pipe with a manometer attached. On the right side of the manometer fluid is in contact with the oil. On the left side, the manometer is open to the atmosphere. The oil has a specific gravity of 0.85. Okay, oil specific gravity is 0.85. And the manometer fluid has a specific gravity 1.5. So manometer fluid in 1.5 is specific gravity. What is the gauge pressure at the center of the pipe if HM is the 10 cm and H0 is 5 cm? അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇവിടെ ഇപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് നൺ ഓഫ് ദീസ് ആണ്. ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ ആദ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡേറ്റം കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഡേറ്റം എടുത്തേക്കുന്നത് ഇത് തന്നെയാണ്. അതായത് രണ്ട് ലിക്വിഡ്സ് അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതിൽ ലോവർ ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡേറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്. അതിൽ നമ്മൾ പ്രഷർ ഓൺ ലെഫ്റ്റ് ലിംബ് ഈക്വൽ ടു പ്രഷർ ഓൺ റൈറ്റ് ലിംബ് എന്നാണ് എടുക്കുന്നത്. സോ പ്രഷർ ഓൺ ലെഫ്റ്റ് ലിംബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഫസ്റ്റ് വരുന്നതാണ് റോ എം ജി എച്ച് എം എന്നല്ലേ പ്രഷർ ഓൺ ലെഫ്റ്റ് ലിംബ് വരുന്നത്. പ്രഷർ ഓൺ റൈറ്റ് ലിംബ് എന്ത് വരും? ഇവിടുത്തെ പ്രഷർ, അതായത് പി എ എന്ന് ഞാൻ എടുക്കുന്നു, പ്ലസ് റോ റോ 1. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇത് ഓയിലാണ്. ഇവിടെ എന്താ പറയുന്നത്? ഓയിൽ ഹാസ് എ സ്പെസിഫിക് ഗ്രാവിറ്റി 0.85. സോ അതിൻ്റെ സ്പെസിഫിക് 0.85 ഇൻറ്റു 1000 ഇൻറ്റു ഈ ഒരു എച്ച് നോട്ട് എത്ര തന്നേക്കുന്നത്? 5 സെൻറ്റിമീറ്റർ. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രഷർ ഓൺ റൈറ്റ് ലിംബ് കിട്ടും. അങ്ങനെയാണോ നോക്കാവുന്ന? അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് 1.5 ഓക്കെ, അതെന്ന് പറയുന്നത് പ്രഷർ ഓൺ ലെഫ്റ്റ് ലിംബാണ്. പിന്നെ ഓയിലിൻ്റെ പ്രഷർ പ്ലസ് 0.85 ഇൻറ്റു 9.81 ഇൻറ്റു 0.05. ഓക്കെ, ഇവിടെ എല്ലാം എന്താണ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള ഫോമാറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രഷർ ഓഫ് ഓയിലാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ ഗേജ് പ്രഷർ ഓഫ് ഓയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഗേജ് പ്രഷർ വരുമ്പോൾ എന്താണ്? നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്ന് മൈനസ് ചെയ്ത വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് ഗേജ് പ്രഷർ ഓഫ് ഓയിൽ നിന്ന് പി ഓയിൽ മൈനസ് പി അറ്റ്മോസ്ഫിയർ എന്ന് കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ ഈ ഒരു കറക്റ്റ് ആൻസർ തന്നെ നോക്കണമെന്നില്ല. ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. എന്താണ്? പ്രഷർ ഓൺ ലെഫ്റ്റ് ലിംബ് ഈക്വൽ ടു പ്രഷർ ഓൺ റൈറ്റ് ലിംബ്. അതിനെ ഇക്വേറ്റ് ചെയ്യുക. അതിൽ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് പറയുന്നത്. സോ 0.05 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. റോ ജി എച്ച്, അതിൽ റോ ജി എച്ചിൽ നമ്മൾ റോയ്ക്ക് പകരം യൂണിറ്റ് വെയിറ്റ് ആണ് ഇവിടെ എടുത്തേക്കുന്നതെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നമ്മൾ പഠിച്ച രീതിക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ആൻസർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനി പ്രഷർ വേരിയേഷൻ ഓഫ് എയർ എബോവ് സീ ലെവൽ ഈസ്. പ്രഷർ വേരിയേഷൻ എബോവ് സീ ലെവൽ എങ്ങനെയാണ്? എക്സ്പോണൻഷ്യലാണ്, ഡിക്രീസിങ് വിത്ത് ഹൈറ്റ്. ഓക്കെ, പ്രഷർ വേരിയേഷൻ ഓഫ് എയർ എബോവ്, അതായത് സീ ലെവലിൽ നിന്നും നമ്മൾ മുകളിലേക്ക് പോകും തോറും, ഓക്കെ, സീ ലെവലിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? അതായത് ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് പ്രഷർ എന്ന് പറയുന്നത് എക്സ്പെറൻഷ്യലി ഇങ്ങനെ ഡിക്രീസ് ചെയ്യും വിത്ത് ഹൈറ്റ്. ഓക്കെ, ദെൻ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് പ്രഷർ ഓൺ എ ഫ്ലൂയിഡ് ബിലോ അറ്റ്മോസ്ഫിയർ പ്രഷർ? നമ്മൾ പ്രഷർ ബിലോ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് ഞാൻ എന്ത് വിളിക്കും? നമ്മുടെ വാക്യൂം പ്രഷർ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ, അല്ലെങ്കിൽ സക്ഷൻ പ്രഷർ എന്നൊക്കെ വിളിക്കും. ഇനി പീസോമീറ്റർ ഈസ് എ പ്രഷർ ഓഫ് എ ഫ്ലൂയിഡ് ഈസ് മെഷേർഡ് ബൈ എ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏത് വെച്ചിട്ടാണ് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത്? മാനോമീറ്റർ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഫ്ലൂയിഡിൻ്റെ പ്രഷർ, ഓക്കെ, ഫ്ലൂയിഡിൻ്റെ പ്രഷർ മെഷർ ചെയ്യുന്നത് മാനോമീറ്റർ വെച്ചിട്ടാണ്. ബാരോമീറ്റർ എന്നാണ് അറ്റ്മോസ്ഫിയറിൻ്റെ ബാരോമീറ്റർ വെച്ചിട്ട് നമ്മൾ പ്രഷർ മെഷർ ചെയ്യാറുണ്ട്. അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യുന്നതാണ് ബാരോമീറ്റർ. ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് മിൽക്ക് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, ഫോർ എ വാക്യൂം പ്രഷർ ഓഫ് 4.5 മീറ്റർ ഓഫ് വാട്ടർ ദ ഇക്വലന്റ് അബ്സല്യൂട്ട് പ്രഷർ ഈസ്. ഓക്കെ, വാക്യൂം പ്രഷർ ഇവിടെ പറയുന്നുണ്ട് എത്രയാണ്? 4.5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അബ്സല്യൂട്ട് പ്രഷർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്കറിയാം അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് എന്തുവാണ്? ഈക്വൽ ടു നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് വാക്യൂം പ്രഷറാണ്. സോ അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ സാധാരണ ഒരു കേസിൽ എന്താണ് ഇൻ ടേംസ് ഓഫ് വാട്ടറിൻ്റെ പേരിൽ പറയുന്നത് 10.33 മീറ്റർ ആണ്. അത് നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കണം. അതിൽ നിന്നും എന്ത് ചെയ്യണം? നിങ്ങൾ ഈ വാക്യൂം പ്രഷർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടുത്തെ അബ്സല്യൂട്ട് പ്രഷർ കിട്ടും.
ഇനി റീഡിംഗ് ഓൺ എ ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണ്ടെയ്നിങ് മെർക്കുറി ഈസ് 25 സെൻറ്റിമീറ്റർ. മെർക്കുറി ഈസ് റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ. ദ റീഡിംഗ് ഓൺ ദ ഡിഫറൻഷ്യൽ മാനോമീറ്റർ വുഡ് ബി. അതായത് നമ്മളിവിടെ എന്തോ പറഞ്ഞിരുന്നത്, ആദ്യം നമ്മൾ മെർക്കുറി വെച്ച് മെഷർ ചെയ്തു, ആ സമയത്ത് 25 സെൻറ്റിമീറ്റർ ആണ് എച്ചിൻ്റെ വാല്യൂ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ആ ഒരു ഭാഗത്തെ പ്രഷർ മെഷർ ചെയ്യാനായിട്ട് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ എച്ചിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. മെർക്കുറി വെച്ച് മെഷർ ചെയ്താലും വാട്ടർ വെച്ച് മെഷർ ചെയ്താലും പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, P1 ρ1 G H1 is equal to ρ2 G H2. അതിൽ G കോമൺ ആയിട്ട് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ബാക്കി സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി ഇഫ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1000 kg/m³. ഓക്കെ, ഒരു ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ 9.81 ആൻഡ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് 0.8. ദ പ്രഷർ ഹെഡ് ഇൻ ടേംസ് ഓഫ് ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളം ഫോർ പ്രഷർ ഇൻറ്റൻസിറ്റി ഓഫ് 1 kg/cm² ഈസ് ഈക്വൽ ടു. അപ്പോൾ പ്രഷർ ഇൻറ്റൻസിറ്റി തന്നിട്ടുണ്ട്, പി തന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അടുത്ത് എച്ച് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പി ഈസ് ഈക്വൽ ടു ρ ജി എച്ച് അല്ലേ. സോ പി അറിയാം എത്രയാണ്, 1 kg/cm². ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം. 1 kg/cm²നെ സെൻറ്റിമീറ്റർ ഇതാക്കാൻ, അതായത് മീറ്റർ സ്ക്വയറിലോട്ടാക്കാനാണ് 10⁻² ആണ്. സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കാൻ അതിൻ്റെ സ്ക്വയർ എടുക്കുക. സോ 10⁻⁴ എവിടെ വരും, ഡിവൈഡഡ് ബൈ എന്ന് വരും. മുകളിൽ വരുമ്പോൾ 10⁴ ഈക്വൽ ടു റോ ജി എച്ച്. അതിൽ നിന്ന് എച്ച് കണ്ടുപിടിക്കുക. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ. വെൻ ഹൈഡ്രോളിക് യൂണിറ്റ്സ് വർക്ക്സ് ഓൺ ദ പാസ്കൽസ് ലോ. ഓക്കെ, വിച്ച് ഹൈഡ്രോളിക് യൂണിറ്റ് വർക്ക്സ് ഓൺ ദ പാസ്കൽസ് ലോ. പാസ്കൽസ് ലോയിൽ വർക്ക് ചെയ്യുന്ന ഏത് ഹൈഡ്രോളിക് ആണ്, ഹൈഡ്രോളിക് സ്ട്രക്ചറാണ്, ഹൈഡ്രോളിക് പ്രഷറാണ്. ഹൈഡ്രോളിക് പ്രഷർ വർക്ക്സ് ഓൺ പാസ്കൽസ് ലോ. ഇനി വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് പ്രഷർ എക്സെർട്ടഡ് ബൈ 10 cm ഓഫ് വാട്ടർ കോളം ടു 5 cm ഓഫ് ഓയിൽ. ഓക്കെ, നമ്മുടെ അടുത്ത് ഇവിടെ പ്രഷർ എക്സേർട്ടഡ് ബൈ ഈ ഒരു 10 cm ഓഫ് വാട്ടർ കോളം ടു 5 cm ഓഫ് ഓയിൽ. ആ ഓയിലിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി തന്നിട്ടുണ്ട് 0.75 ആണ്. അപ്പോൾ പ്രഷർ എങ്ങനെയാണ് പഠിക്കും, പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് തന്നെയാണ്. സോ പ്രഷർ എക്സേർട്ടഡ് ബൈ ഇവിടെ എന്തോ ചോദിച്ചിരിക്കുന്നത്, റേഷ്യോ ഓഫ്, ഓക്കെ, റേഷ്യോ ഓഫ് പ്രഷർ എക്സെർട്ടഡ് ബൈ വാട്ടർ ടു ദ പ്രഷർ എക്സെർട്ടഡ് ബൈ ഓയിൽ ആണ്. നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. വാട്ടർ യൂസ് ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ 1000 × G × H 10 ആയിരുന്നു. ഓയിലിൻ്റെ വരുമ്പോഴത്തേക്കും 5 ആണ്. ഓക്കെ, ആ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി അബ്സൊല്യൂട്ട് പ്രഷർ ഇൻ എ ഫ്ലോ സിസ്റ്റം. ഒരു ഫ്ലോ സിസ്റ്റത്തിൽ അബ്സൊല്യൂട്ട് പ്രഷർ എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഓൾവേസ് എബോവ് ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അബ്സൊല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ ലോക്കൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. മെർക്കുറി ഇൻ ജനറലി യൂസ്ഡ് ഇൻ മാനോമീറ്റർ ഫോർ മെഷറിങ്. മെർക്കുറി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലോ പ്രഷർ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മെർക്കുറി യൂസ് ചെയ്യാം മാനോമീറ്ററിൽ. ഓക്കെ, അതായത് മെർക്കുറി ഈസ് യൂസ്ഡ് ഇൻ മാനോമീറ്റർ ഫോർ മെഷറിങ് ഹൈ ഡെൻസിറ്റി, അതായത് ലെസ് ഹൈറ്റ് ഓഫ് ട്യൂബ് ഈസ് മാനേജബിൾ. പിന്നെ ലോ വേപ്പർ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, മെർക്കുറി യൂസ് ചെയ്യാം. പിന്നെ ബാരോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. ബാരോമീറ്റർ നമ്മൾ എന്തിനാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്, ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി ബേർഡൺ ഗീജ് മെഷേഴ്സ്. നമ്മളിത് ബേർഡൺ ട്യൂബൊക്കെ നമ്മൾ ഏതിലാണ്, മെക്കാനിക്കൽ ഗീജസിൽ പഠിച്ചതാണ്. സോ ബേർഡൺ ഗേജ് മെഷേഴ്സ് എന്താണ് മെഷർ ചെയ്യുന്നത്, ഗേജ് പ്രഷറാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി കറസ്പോണ്ടിങ് ടു പ്രഷർ ഹെഡ് ഓഫ് 8 meter ഓഫ് വാട്ടർ കോളം ഹൈറ്റ് ഓഫ് കെറോസിൻ കോളം വിൽ ബി. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ വാട്ടർ യൂസ് ചെയ്തപ്പോൾ ഉള്ള എച്ച് തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് കെറോസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 0.8. അങ്ങനെയാണെങ്കിൽ എച്ച് ആണ് കണ്ടുപിടിക്കാൻ. കെറോസിൻ യൂസ് ചെയ്യുമ്പോൾ എച്ച് ആണ് കണ്ടുപിടിക്കാൻ. പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. അത് വാട്ടർ യൂസ് ചെയ്യുമ്പോഴും കെറോസിൻ യൂസ് ചെയ്യുമ്പോഴും സെയിം വാല്യൂ തന്നെയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇനി ദ റേഷ്യോ ഓഫ് പ്രഷർ ബിറ്റ്വീൻ 2 points എക്സ് ആൻഡ് വൈ ലൊക്കേറ്റഡ്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് ഞാൻ വീണ്ടും പറയുന്നില്ല, നമ്മൾ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. Then in fluid flow, the line of constant piezometric head passes through 2 points which have the same. അപ്പോൾ കോൺസ്റ്റൻറ്റ് പീസോമെട്രിക് ഹെഡുള്ള ലൈൻ എവിടെ കൂടിയാണ് പാസ് ചെയ്യുന്നത്, സെയിം എന്തുള്ളതാണ്, വെലോസിറ്റി ഉള്ള പോയിന്റ്സിൽ കൂടി പാസ് ചെയ്യുന്നതാണ് കോൺസ്റ്റൻറ്റ് പീസോമെട്രിക് ഹെഡ്. ദ സം ഓഫ് പീസോമെട്രിക് ഹെഡ് ആൻഡ് വെലോസിറ്റി ഹെഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആസ് പെർ ബെർണോളിസ് ഇക്വേഷൻ. അത് നമ്മൾ ഇനി പഠിക്കത്തേ ഉള്ളൂ. സോ ഫോർ കോൺസ്റ്റൻറ്റ് പീസോമെട്രിക് ഹെഡ് ലൈൻ പാസിംഗ് ത്രൂ 2 points ദ വെലോസിറ്റി വിൽ റിമെയിൻ ദ സെയിം. അപ്പോൾ അത് നമ്മളൊന്ന് നോക്കിക്കൊള്ളേ. വെലോസിറ്റി സെയിം ആയിട്ടുള്ള ലൈൻസിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് പീസോമെട്രിക് ഹെഡ് പാസസ് ത്രൂ. ഓക്കെ, പിന്നെ പീസോമെട്രിക് ഹെഡ് ഓഫ് എ ഫ്ലൂയിഡ് ഈസ് ഡിഫൈൻഡ് ആസ്. പീസോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് എന്തുവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഈസ് എ സം ഓഫ് ഗേജ് പ്രഷർ ആൻഡ് ഡേറ്റം ഹെഡ്. ഗേജ് പ്രഷർ ഹെഡും ഡേറ്റം ഹെഡിൻ്റെ സമ്മാണ് പീസോമെട്രിക് ഹെഡ് എന്ന് പറഞ്ഞത്. ഇനി ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് മെഷേർഡ് മെർക്കുറി വാട്ടർ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഫോർ 20 cm ഡിഫറൻസ് ഓഫ് മെർക്കുറി വിൽ ബി. അപ്പോൾ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് മെഷേർഡ് ഫോർ എ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് വരും, ഇറ്റ് ഈസ്
നമ്മൾ നേരത്തെ പഠിച്ചതാണ് എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു സ്പെസിഫിക്, അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി -1 എന്നുള്ളത്. അതിൽ എച്ച് ഡാഷ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എച്ച് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ തന്നിട്ടുണ്ട് 0.2 മീറ്റർ, 20 സെൻറ്റിമീറ്റർ ആണ് 0.2 മീറ്റർ. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 13.6 -1. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഡാഷ് കിട്ടും. നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതി ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാമെന്നുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ മൈക്രോ മാനോമീറ്റർ ഈസ് യൂസ്ഡ് ടു, എന്തിനാണ് നമ്മുടെ മൈക്രോ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്? ഡിറ്റർമിൻ ലോ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് മൈക്രോ മാനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മെർക്കുറി ഓയിൽ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഷോസ് 20 സെൻറ്റിമീറ്റർ ഡിഫറൻസ് ഓഫ് മെർക്കുറി. ഓക്കെ, ദ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് ഈസ് കൺസിഡർ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ 0.8. ഇവിടെ എന്ത് തന്നെയാണ്? നമ്മുടെ 20 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ എന്ത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്? ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ എച്ച് ഡാഷ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ എച്ച് ഇൻറ്റു S-1, എച്ച് 20 സെൻറ്റിമീറ്റർ, എസ് എന്ന് പറഞ്ഞാൽ 0.8 -1. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ മെർക്കുറി ഓയിൽ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഷോസ് 20 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്ക് എപ്പോഴും നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് എച്ച് ഡാഷ്, ഇത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. അതായത് എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി -1. ഇത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു ലിക്വിഡ് വാട്ടർ ആയിരിക്കുമ്പോഴാണ്. ഓക്കെ, അതായത് നമ്മൾ മെഷർ ചെയ്യേണ്ട ലിക്വിഡ്, മാനോമെട്രിക് ലിക്വിഡിൻ്റെ കാര്യമല്ല പറയുന്നത്, മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ കാര്യമല്ല പറയുന്നത്, അല്ലാണ്ട് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്ന ലിക്വിഡ് വാട്ടർ ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ശരിക്കുള്ള ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എച്ച് ഡാഷ് ഇസ് ഈക്വൽ എച്ച് ഇൻറ്റു എസ് മൈനസ്, അതായത് എസ് ഓഫ് ലിക്വിഡ് ബൈ, അതായത് ഹെവിയർ ലിക്വിഡ് ഡിവൈഡഡ് ബൈ ലൈറ്റർ ലിക്വിഡ് എന്നാണ് അതിൻ്റെ അതാണ് ഇക്വേഷൻ വരുന്നത്. ഒരു മിനിറ്റ്, അതായത് ഈ ഇക്വേഷൻ തന്നെ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഹെവിയർ ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിവൈഡഡ് ബൈ ലൈറ്റർ ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി -1. ഓക്കെ, ഇനി ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇത് യൂസ് എന്ന് പറഞ്ഞാൽ ഹെവിയർ ലിക്വിഡാണ് നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിലാണ്. ഓക്കെ, മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് ഹെവിയർ ലിക്വിഡ് യൂസ് ചെയ്യുന്നതെങ്കിലാണ് ഇത്. ഇനി നമുക്ക് തിരിച്ചെഴുതാം. എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു 1 - HL ഡിവൈഡഡ് ബൈ SH എന്ന് എഴുതാം. അതായത് നമ്മുടെ ലൈറ്റർ ലിക്വിഡാണ് മാനോമെട്രിക് ഫ്ലൂയിഡ് എങ്കിൽ നമ്മൾ ഇതെടുക്കാം. SH എന്ന് പറഞ്ഞാൽ ഹെവിയർ ലിക്വിഡാണ്, അത് നമ്മുടെ ഏതാണ്? നമ്മുടെ പൈപ്പിലുള്ള ഫ്ലൂയിഡ് ഏതാണോ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, എപ്പോഴും താഴെ എഴുതുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് നമ്മുടെ പൈപ്പിൽ കൂടി ഒഴുകുന്ന ലിക്വിഡ്. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. SP എന്നാക്കിക്കോ, SP, ഇവിടെ SP. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നോക്കി വയ്ക്കുക. നമ്മുടെ ഹെവിയർ ലിക്വിഡാണ് നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഇക്വേഷൻ, അതിൽ SH എന്ന് പറഞ്ഞാൽ ആ ഹെവിയർ മാനോമെട്രിക് ഫ്ലൂയിഡ് ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. SP എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈപ്പിൽ കൂടി ഒഴുകുന്ന ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇനി എച്ച് ഡാഷ് ഇസ് ഈ ഒരു ഇക്വേഷൻ എപ്പോഴാണ് കിട്ടുന്നത്? നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് ഒരു ലൈറ്റർ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് SP എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്മുടെ പൈപ്പിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, നിങ്ങൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും എങ്കിലും ഒന്ന് നോക്കുക. ഓക്കെ, ഇനി വാട്ടർ ടേക്സ് ആസ് എ maximum depth of 100 meter if the atmospheric pressure is 101 kilopascal. The absolute pressure at this depth, അപ്പോൾ നമുക്കറിയാം absolute pressure എന്ന് പറഞ്ഞാൽ atmospheric pressure പ്ലസ് നമ്മുടെ അവിടുത്തെ ഗേജ് പ്രഷറാണ്. ഗേജ് പ്രഷറാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു എച്ച് എന്നുള്ള വാല്യൂ, അതായത് P=ρgh എന്നുള്ള ആ ഇക്വേഷനിൽ നിന്നും കിട്ടുന്നത് ഗേജ് പ്രഷറാണ്. എച്ച് നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഇനി ലോക്കൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് മെഷേർഡ് യൂസിങ്, ലോക്കൽ അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ കണ്ടുപിടിക്കുന്നത് ബൈ യൂസിങ് ബാരോമീറ്റർ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. In an enclosed flow of a liquid having no free surface, if P is the intensity of pressure at a point in the field, Z എന്ന് പറഞ്ഞ എലിവേഷൻ ആണ്, V എന്ന് പറഞ്ഞ വെലോസിറ്റി, Y the specific weight and പീസോമെട്രിക് ഹെഡ് H is equal to. അപ്പോൾ പീസോമെട്രിക് ഹെഡാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല എങ്കിലും ഞാൻ പറയുവാണ്, പ്രഷർ ഹെഡ് നമ്മൾ ബെർണോളിസ് ഇക്വേഷനിൽ പ്രഷർ ഹെഡ് പ്ലസ് എലിവേഷൻ ഹെഡാണ് പീസോമെട്രിക് ഹെഡ്. ഇവിടെ ഇപ്പോൾ P/ρg എന്നല്ലേ നമ്മൾ സാധാരണ എഴുതുന്ന, ആ റോജി എന്ന് എന്താണ്? സ്പെസിഫിക് വെയിറ്റ് ആണ്. അതിന് നമ്മൾ ഇവിടെ ഒയ് എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ P/Y അത് ശരിക്കും എന്താണ്? ഗാമയാണ് കേട്ടോ, അത് യൂണിറ്റ് വെയിറ്റ്. ഇത് പ്ലസ് ഇസഡ്, പ്രഷർ ഹെഡ് പ്ലസ് ഡേറ്റം ഹെഡ്, അത് തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. പിന്നെ when the barometer reads 740 mm of mercury, pressure of 10 kilopascal suction at that location is equivalent to.
അപ്പോൾ ഇവിടെ ബാരോമെട്രി റീഡിങ് എത്രയാണ്? 740 mm ഓഫ് HG ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പ്രഷർ അറ്റ് ദാറ്റ് ലൊക്കേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അത് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഗേജ് പ്രഷറാണ്. നമ്മൾക്ക് ഇവിടെ ഗേജ് പ്രഷറാണോ? അല്ല, ഇവിടെ തന്നിരിക്കുന്നത് സക്ഷൻ പ്രഷർ എന്നാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ വാക്വം പ്രഷറാണ്. സോ നമുക്ക് എഴുതാം അബ്സല്യൂട്ട് പ്രഷർ ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ മൈനസ് എന്ത് വരാം? വാക്വം പ്രഷർ എന്ന് എഴുതാം. സോ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. ഇനി ദ പ്രഷർ റെപ്രസെൻറ്റഡ് ബൈ കോളം ഓഫ് 5 cm ഓയിൽ ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി 0.75 ഈസ്, അത് ρgh. അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെൽഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ കോളം ഈസ് എത്രയാണ്? ഇറ്റ് ഈസ് 10.3 മീറ്റർ. എങ്ങനെ കിട്ടി? അത് നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറയുന്നത് സാധാരണ ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെൽഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ കോളം ഈസ്. ഓക്കെ, വാട്ടർ കോളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അറ്റ്മോസ്ഫിയർ, ഇത് ശരിക്കും നമ്മൾ കാണാൻ പഠിക്കുന്ന വാല്യൂ ആണ്. 10.32 മീറ്റർ എന്നുള്ളത് നമ്മൾ കാണാൻ പഠിക്കുന്നതാണ്. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിലേഷൻ ഇൻ ടേംസ് ഓഫ്, അത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ, ഫസ്റ്റ് ഓപ്ഷൻ. ഇനി മെർക്കുറി ഈസ് യൂസ്ഡ് ഇൻ ബാരോമീറ്റർ ബിക്കോസ്, മെർക്കുറി യൂസ് ചെയ്യാൻ കാരണമാണ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ലിക്വിഡ്. ഇറ്റ്സ് വോളിയം ചേഞ്ചസ് യൂണിഫോംലി വിത്ത് ടെമ്പറേച്ചർ. വോളിയം ചേഞ്ച് ആവുന്നുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് എ ലിക്വിഡ് മെറ്റൽ എന്ന് പറയുന്നത് ശരിയാണോ? ലിക്വിഡ് മെറ്റൽ ആണോ? ശരിക്കും മെർക്കുറി എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് മെറ്റൽ ആണ്. ബട്ട് അതുകൊണ്ട് നമ്മൾ ബാരോമീറ്റർ യൂസ് ചെയ്യാറില്ല. ഇറ്റ് ഗീവ്സ് ലെസ് ഹൈറ്റ് ഓഫ് കോളം ഫോർ ഹൈ പ്രഷർ ആണല്ലോ. അതായത് നമ്മൾ ഹൈ പ്രഷർ മെഷർ ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്? മെർക്കുറി പോലുള്ള ഹെവിയർ ലിക്വിഡ്സ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആണ്. അറ്റ് സീ ലെവൽ ദ വാല്യൂ ഓഫ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ക്ലോസ് ടു, നമ്മൾ പഠിച്ചതാണ് എത്രയാണ്? 10.32 മീറ്റർ ഓഫ് വാട്ടർ കോളം എന്നാണ് പഠിച്ചത്. സോ 10.33 മീറ്റർ ഓഫ് വാട്ടർ കോളം. Which of the following is a type of mechanical gauge used for measuring pressure of fluids in pipe flow? Okay, mechanical gauge, piezometer, U2 ഒക്കെ മെക്കാനിക്കൽ ആണോ? അല്ല. സിംഗിൾ കോളം അല്ല. ബോർഡൻ പ്രഷർ ഗേജ് എന്ന് പറയുന്നത് ആണ്. സോ ആൻസർ വരുന്നത് ഡി ആണ്. ഇനി പ്രഷർ ഈസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് വിച്ച് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ടേക്കൺ ആസ് ഡേറ്റ. അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെയാണ് ഡേറ്റമായിട്ട് എടുക്കുന്നത്. അതേതാണ്? ഇറ്റ് ഈസ് ഗേജ് പ്രഷറാണ്. ഓക്കെ, ഗേജ് പ്രഷർ. In when a liquid is said to not in a when a liquid is said not in a boiling on vaporized state, when a liquid is said to be not in a boiling or vaporized state എന്ന് പറയുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇഫ് ദ പ്രഷർ ഓൺ ലിക്വിഡ് ഈസ് മോർ ദാൻ ഇറ്റ്സ് വേപ്പർ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ അത് ബോയിലിംഗ് അല്ല. ഓക്കെ, ഇനി മാനോമീറ്റേഴ്സ് ആർ യൂസ്ഡ് ടു മെഷർ. എന്ത് മെഷറാണ് മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്? പ്രഷർ ഇൻ വാട്ടർ ചാനൽസ് അല്ലെങ്കിൽ പൈപ്പൊക്കെ കണ്ടുപിടിക്കാനാണ് മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയർ പ്രഷർ ഇസ് ഗിവൺ ആസ് 680 mm ഓഫ് മെർക്കുറി അറ്റ് എ മൗണ്ടൻ ലൊക്കേഷൻ. കൺവേർട്ട് ദിസ് ടു കിലോ പാസ്കൽ ആൻഡ് മീറ്റർ ഓഫ് വാട്ടർ ഫോംസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇതിന് ഈ 680 mm ഓഫ് HG നമ്മൾ എന്ത് ചെയ്യണം? കിലോ പാസ്കലിലോട്ടോ ആക്കണം, എന്താണ് ഇൻ ടേംസ് ഓഫ് മീറ്റർ ഓഫ് വാട്ടറിലോട്ടോ ആക്കണം. അതിനെന്ത് ചെയ്യും? മെർക്കുറിയുടെ തന്നിരുന്നാൽ തന്നിരുന്നാൽ P=ρgh എന്നുള്ള ഫോമിലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിലോ പാസ്കലിലുള്ള വാല്യൂ കിട്ടും. ഇതിൻ്റെ പ്രഷർ മീറ്റർ ഓഫ് വാട്ടർ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ പ്രഷർ എന്ന് പറയുന്നത് സെയിം അല്ലേ? അതേ ഈക്വൽ ടു ρW ഇൻറ്റു G ഇൻറ്റു H. ρW 1000 അറിയാം, G 10, H ആണ് നമുക്ക് വേണ്ടത്. സോ പ്രഷർ ഇൻ മീറ്റർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 9.248 എന്ന് കിട്ടും. ലീസ്റ്റ് പ്രഷർ ഇത് നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്തപ്പോൾ ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. പിന്നെ ഫോർ എ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ മെഷർമെൻറ്റ് ഇൻ ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റ് എന്താണ്? ഫ്ലൂയിഡായിട്ട് റെസ്റ്റ് ആണെങ്കിൽ അവിടെ എന്താണ്? ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. പിന്നെ പ്രഷർ ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ അറ്റ് പോയിന്റ് ഇൻ ആൻ ഐഡിയൽ ഫ്ലൂയിഡ് ഫ്ലോ ആണല്ലോ, ശരിയാണ്. പാസ്കൽസ് ലോ ഈസ് വാലിഡ് ഫോർ ഓൾ കേസസ് വെയർ ഷിയർ സ്ട്രെസ്സസ് ആർ 0. അതും ശരിയാണ്. അതായത് രണ്ടും കറക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, അതായത് എ ഇസ് ട്രൂ, ആർ ഇസ് ട്രൂ ആൻഡ് ഇറ്റ് എക്സ്പ്ലെയിൻസ് എ. ഓക്കെ, ഇത് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് തന്നെയാണ്. ആൻഡ് ബി, ഈ ആർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ത് എയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ഓഫ് പ്രഷർ ഈസ് ഗിവൺ ബൈ P=ρgh. അതാണ് നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നത്. അത് ശരിക്കും എന്താണ്? P/ρ(Z) ρg എന്നല്ലേ ഇക്വേഷൻ വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ പ്രഷർ അറ്റ് പോയിന്റിന് ഹൈഡ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഒബൈസ് ഏതാണ്? ഇത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ് പ്രഷർ അറ്റ് പോയിന്റ് ഒബേസ് പാസ്കൽസ് ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അതായത് പ്രോബ്ലംസ് നിങ്ങൾ തിയറി പിന്നെയും നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, ബട്ട് പ്രോബ്ലംസ് ഒക്കെ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വെറൈറ്റി പ്രോബ്ലംസ് കിട്ടുവാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.